നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നുസ്ക് ആപ്ലിക്കേഷനിലൂടെയും ഓൺലൈനായും ഈ വർഷത്തെ ആഭ്യന്തര തീർത്ഥാടകർക്കുള്ള ഹജ്ജ് പാക്കേജുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്തിനുള്ളിലെ പൗരന്മാർക്കും താമസക്കാർക്കും എളുപ്പത്തിൽ ഹജ്ജ് ബുക്കിംഗ് സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഹജ്ജ് ഉംറ മന്ത്രാലയം ഇത്തരത്തിലൊരു പദ്ധതി സാധ്യമാക്കുന്നത് എന്നതാണ് പറയുന്നത്. മുമ്പ് ഹജ്ജ് നിർവഹിക്കാത്തവർക്കാണ് മുൻഗണന നൽകുന്നതെന്നും മന്ത്രാലയം വിശദീകരിച്ചു. ഇസ്ലാമിന്റെ 5ാം സ്തംഭമായിട്ടുള്ള ഹജ്ജ് നിർവഹിക്കാൻ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പ്രാപ്തരാക്കാനുള്ള രാജ്യത്തിന്റെ താൽപര്യം സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഈ ഒരു തീരുമാനമെടുക്കുന്നത്. പാക്കേജുകൾ വാങ്ങുന്നതിനും അവലോകനം ചെയ്യുന്നതിനും നിർബന്ധിത മെനിഞ്ചൈറ്റിസ് വാക്സിനേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്തായാലും അത് മൈ ഹെൽത്ത് ആപ്ലിക്കേഷനിലൂടെ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നുസ്ക് ആപ്ലിക്കേഷൻ ബുക്കിംഗിനും പേയ്മെന്റിനുമുള്ള വിവിധ ഓപ്ഷനുകൾ ഉൾപ്പെടെയാണ് അധികൃതർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇഹ്റാം പോലുള്ള ഹജ്ജ് സാമഗ്രികൾ, വ്യക്തിഗത ഇനങ്ങൾ മുതലായവ വാങ്ങുന്നതിനും പാക്കേജുകൾക്കുള്ളിൽ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും ഇതിലൂടെ സാധ്യമാകുമെന്ന് അധികൃതർ ഉറപ്പു നൽകുകയാണ്. ഇത് തീർത്ഥാടകർക്ക് പുതിയ അനുഭവം നൽകുമെന്നുമാണ് മന്ത്രാലയം പറയുന്നത്. ഇതിനുവേണ്ടിയുള്ള ഒരു വെബ്സൈറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ വെബ്സൈറ്റ് വഴി കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ സാധിക്കുമെന്നും അത് എളുപ്പമാക്കുമെന്നും പറയുന്നു. അതേസമയം നേരത്തെ തന്നെ ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ തീർത്ഥാടകരുടെ സൗകര്യം, സുരക്ഷിതത്വം എന്നിവയൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായിട്ട് ഹജ്ജ് ഉംറ മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും നൽകാനുള്ള സന്നദ്ധതയും മന്ത്രാലയം അറിയിച്ചതാണ്. തീർത്ഥാടകരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രത്യേക എമർജൻസി നമ്പറുകളാണ് നൽകിയിട്ടുള്ളത്. തീർത്ഥാടകർക്ക് 1966 എന്ന നമ്പറിൽ ഡയൽ ചെയ്ത് ഹോളി മോസ്ക് ഗസ്റ്റ് കെയർ സെന്ററുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാവുന്നതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യ അത്യാഹിത കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി 977 എന്ന നമ്പറാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. സുരക്ഷാ അടിയന്തര സാഹചര്യങ്ങളിൽ 911 എന്ന നമ്പറും മന്ത്രാലയം നൽകുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് 937 എന്ന നമ്പറിലേക്ക് വിളിക്കാമെന്നും അറിയിക്കുന്നു. ആവശ്യമായപ്പോൾ പിന്തുണ ഉറപ്പാക്കാൻ ഈ നമ്പറുകളൊക്കെ ഉപയോഗപ്പെടും. വിവിധ സാഹചര്യങ്ങളിൽ തീർത്ഥാടകരുമായി ദ്രുതഗതിയിൽ ഇടപെടാനും നടപടിക്രമങ്ങൾ സുഗമമാക്കാനുമാണ് ഇതൊക്കെ ലക്ഷ്യമിടുന്നത്. തീർത്ഥാടകർക്ക് ആരോഗ്യം, സുരക്ഷ, ഭരണപരമായിട്ടുള്ള സേവനങ്ങൾ എന്നിവ നൽകുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഹജ്ജിനോടനുബന്ധിച്ച് കേരളത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ്. അതായത് കരിപ്പൂരിൽ നിന്നുള്ള വിമാനയാത്ര ചിലവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ആശങ്കകളാണ് തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതലായി ഉള്ളത്. അത് തന്നെയാണ് ഇവിടെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയവും. 5341 തീർത്ഥാടകർക്കാണ് ഈ വർഷത്തെ ഹജ്ജ് യാത്രയ്ക്ക് അമിത നിരക്ക് നൽകി കരിപ്പൂർ വഴി യാത്ര ചെയ്യേണ്ടി വരിക എന്നാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവർക്ക് സംസ്ഥാനത്തെ മറ്റ് 2 പുറപ്പെടൽ കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് 41,580 രൂപ അധികമായി നൽകേണ്ടി വരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതുവഴി 22,20,78,780 രൂപ വിമാന കമ്പനികൾക്ക് ലാഭമുണ്ടാകുമെന്നാണ് സൂചന. കരിപ്പൂർ വഴിയുള്ള ടിക്കറ്റ് നിരക്കിന്റെ കൊള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട സംസ്ഥാന സർക്കാരും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ UAE പോലുള്ള ഓരോ പ്രദേശങ്ങളിൽ നിന്നും വരുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്.